Mary, and she was the mother of the Sweet Mary. Hail Mary, full of grace, Lord is with you. Blessed are you among women, and blessed is Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Behold the handmaid of the Lord. Be ready to make you your word. Hail Mary, full of grace, Lord is with you. Blessed are you among women, and blessed is Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. And the word was made flesh. And dwelt among us. Hail Mary, full of grace, Lord is with you. Blessed are you among women, and blessed is Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Pray for us, Holy Mother of God. That we may be worthy of the promises of Christ. Let us pray for hope. We beseech you, Lord, your grace to the heart, that we through the incarnation of Christ Jesus, was made of whiteness in your nature, may God extract my growth, in your hope the glory of his resurrection. Receive Christ the Lord. Amen. Glory to the Father, and to the Son, and to the Holy Spirit. As it was in the beginning, is now, and ever shall be, world without end. Amen. Glory to the Father, and to the Son, and to the Holy Spirit. As it was in the beginning, is now, and ever shall be, world without end. Amen. Glory to the Father, and to the Son, and to the Holy Spirit. As it was in the beginning, is now, and ever shall be, world without end. Amen. ദൈവമേ, അങ്ങയുടെ സഹായത്തിന് വരേണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ അങ്ങ് വേഗം വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. Such a
കർമ്മയുടെയും സാർവന്റെയും അലങ്കാരവും കർത്താവിൻ ദാസരെ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിൻ നാമത്തെ നിങ്ങൾ പാടി പുകഴ്ത്തുവിൻ. കർത്താവിൻ നാമം ഇന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. അവിടുത്തെ തിരുനാമം നിങ്ങൾ പാടി പുകഴ്ത്തുവിൻ. സൂര്യോദയം മുതൽ അസ്തമനം വരെ നിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. കർത്താവ് സകല ജാതികളേക്കാൾ സമമതനാണല്ലോ. അവിടുത്തെ മഹത്വം വാഴുന്നുയരട്ടെ. ഉന്നതങ്ങളിൽ സിംഹാസനസ്ഥനാകുന്ന ദൈവമായ കർത്താവിനെ പോൽ ആരുണ്ട് ഭൂമിയിൽ. ഭൂമിയിൽ ആകാശത്തെ അവിടുന്ന് വീക്ഷിക്കുന്നു. താഴെ ഭൂമിയെയും അവിടുന്ന് സമീക്ഷിക്കുന്നു. എളിയവരെ അവിടുന്ന് മുറിയിൽ നിന്നും ഉയർത്തുന്നു. കുപ്പയിൽ നിന്നും ദരിദ്രനെ അവിടുന്ന് സമുദ്ധരിക്കുന്നു. രാജകുമാരന്മാരോടൊപ്പം അവിടുന്നവരെ ഉയർത്തുന്നു. ജനപ്രഭുക്കന്മാരോട് കൂടെ അവിടുന്ന് ഉയർത്തുന്നു. ഭക്തിയായിരുന്നവളെ മക്കൾക്ക് മാതാവ് താനായി. സ്വഭവനത്തിൽ സസന്തോഷം വസിക്കാൻ അവർക്കിടയാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ലഗ്നങ്ങളുടെ മഹത്വവും അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കരുണയുടെയും സാരവുടെയും അലങ്കാരവും യെരൂശലേമിന്റെ മഹിമയും ഇസ്രായേലിന്റെ ആനന്ദവും ഞങ്ങളുടെ ജനകീയ ബഹുമാനവും നീ തന്നെ. യെരൂശലേമേ, കർത്താവിനെ സ്തുതിക്കുക. സീയോനേ, നിന്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാടുക. സമാധാനം നൽകിയിരിക്കുന്നു. ഗോതമ്പുമാവുകൊണ്ട് അവിടുന്ന് നിന്നെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് ഭൂമിയെ കുലയ്ക്കുന്നു. അവിടുത്തെ വചനങ്ങൾ അതിവേഗം മാഞ്ഞുവരുന്നു. അവിടുന്ന് കന്യകളൊക്കെ മഞ്ഞുപിരിക്കുന്നു. ചാരമെന്ന പോലെ ഹിമധൂളികൾ വിതറുന്നു. അവിടുന്ന് കഷ്ണം കഷ്ണമായി മഞ്ഞുകെട്ടി വിതറുന്നു. അവിടുന്ന് ശൈത്യത്താൽ വെള്ളം ഒഴുകി പോകുന്നു. അവിടുത്തെ വചനത്താൽ അവരുകൊന്നു. കാറ്റുവീശട്ടെ എന്നും ജല
സുതരിൽ സംപ്രീതമേ വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അവിടുത്തെ വാഗ്ദാന പേടകം അവിടുത്തെ ആലയത്തിൽ കാണപ്പെടുകയും ചെയ്തു. അനന്തരം ആകാശത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉയർത്തും ചന്ദ്രനെ പാദപീഠമാക്കിയും ശിരസിൽ നക്ഷത്രമാകുകയും ഒരു സ്ത്രീ പ്രത്യക്ഷയായി. ബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള സഹോദരങ്ങൾ റീജിയൻസ് ഉണ്ടാകും എന്ന് വിചാരിച്ച് ഞാൻ ഇംഗ്ലീഷിൽ ആണ് ചിന്തിച്ചത്. എങ്കിലും നമ്മുടെ ചിന്ത നമ്മുടെ മാതൃഭാഷയിൽ തന്നെ പങ്കുവയ്ക്കാം. നാം ഇന്ന് കർമ്മലനാഥയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്.
കർമ്മലീറ്റരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ തനിമ, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി തരുന്ന ഒരു ദിവസമാണ്. എനിക്ക് തോന്നുന്നു കൊല്ലം രൂപതയെ സംബന്ധിച്ചിടത്തോളവും ഈ ദിവസത്തിന് അർത്ഥമുണ്ട്. കാരണം കർമ്മലീത്ത പാരമ്പര്യം ഈ രൂപതയിലെ വൈദികരുടെ ജീവിതത്തിലും കാണപ്പെടുന്നു. എന്താണ് ഈ കർമ്മലീത്ത തനിമ എന്ന് പറഞ്ഞത്? എനിക്ക് തോന്നുന്നു അത് മാതാവിൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ സഭയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഏലിയാസിൻ്റെ ജീവിതത്തിലും പ്രകടമായ അവരുടെ പ്രാർത്ഥന അരൂപിയാണ്. മാതാവിൻ്റെ ജീവിതത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നാം കാണുന്നത് ഈ പ്രാർത്ഥന അരൂപി തന്നെയാണ്. വളരെ ചെറുപ്പമായ പ്രായത്തിൽ തന്നെ ഗബ്രിയേൽ ദൈവദൂതൻ മാതാവിനോട് മംഗളവാർത്ത ചൊല്ലിയ നിമിഷത്തിൽ മറിയത്തെ നന്മ നിറഞ്ഞവളെ എന്നാണ് മാലാഖ വിളിച്ചത്. ഈ പ്രായത്തിൽ തന്നെ മറിയം നന്മയുടെയും ദൈവകൃപയുടെയും എല്ലാം നിറകുടമായിരുന്നു. ഇത് സംഭവിച്ചത് മാതാവിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ നിന്നുമാണ്. എങ്ങനെയാണ് ദൈവാലയത്തിൽ ദൈവശുശ്രൂഷ നടത്തിയും മറ്റുള്ളവരെ സഹായിച്ചും ജീവിക്കുവാൻ അന്ന മറിയത്തെ പഠിപ്പിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ കൃപ നിറഞ്ഞവളായിരുന്നു മറിയം. ഈ കൃപയുടെ നിറവ് മാതാവിൽ സംഭവിച്ചത് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടും പ്രാർത്ഥന നിറഞ്ഞ ജീവിതം നയിച്ചതുകൊണ്ടുമാണ്. ഈ ഒരു അരൂപി പിന്തുടർന്ന് ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ് കർമ്മലീത്ത സന്യാസിമാർ. എങ്ങനെയാണ് മാതാവ് തൻ്റെ ഈ ആധ്യാത്മിക ജീവിതം നയിച്ചത്? മാതാവിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അല്പം മാത്രം സുവിശേഷത്തിൽ പറയുന്നുള്ളൂ എങ്കിലും മാതാവിനെ പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നമുക്ക് മാതാവിൻ്റെ സുഹൃത ജീവിതം അറിയാം. മാതാവിൻ്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടും കാണുന്നത്, അതിൻ്റെ അന്തസത്തയായിട്ട് കാണുന്നത് മാതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. ഈ പ്രാർത്ഥനാ ജീവിതം ചെറുപ്പം മുതൽ മാതാവിൻ്റെ മരണം വരെ നാം കാണുന്നു. ഇത് ധ്യാനാത്മകതയാണ്. ഈ ധ്യാനം മാതാവിൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തു കളഞ്ഞാൽ മാതാവിൻ്റെ സത്തയെ എങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും എന്ന് എനിക്കറിയില്ല. കാരണം മാതാവിൻ്റെ ജീവിതത്തെ അതിന് തനിമ നൽകുന്നത് ഈ പ്രാർത്ഥനാ ജീവിതമാണ്. മാതാവിന് ഒത്തിരി ദൈവകൃപ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മാതാവ് ജന്മപാപമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവളാണ്. മാതാവ് ദൈവപുത്രൻ ദൈവമാതാവിൻ്റെ ആ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടവളാണ്. മാലാഖമാരുടെ രാജ്ഞിയായിട്ട് മുടിധരിപ്പിക്കപ്പെട്ടവളാണ്. എനിക്ക് തോന്നുന്നു മാതാവിൻ്റെ ജീവിതം വിശകലനം ചെയ്യുമ്പോൾ, അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ മാതാവിന് ധൈര്യപൂർവം പറയുവാൻ സാധിക്കും, ഈ വിശേഷണങ്ങളെല്ലാം ദൈവമാതാവ് എന്നുള്ള വിശേഷണം, സ്വർഗരാജ്ഞി എന്നുള്ള വിശേഷണം, അമരോത്ഭവം എന്ന വിശേഷണം, ഇതെല്ലാം എടുത്തു മാറ്റിയാലും എൻ്റെ ആന്തരിക ജീവിതം എടുത്ത് മാറ്റരുത് എന്ന ഒരു നിലപാട്. കാരണം മാതാവിൻ്റെ ജീവിതത്തിന് അതിൻ്റെ തനിമ നൽകുന്നത് ഈ ഒരു ഘടകമാണ്. ടേക്ക് അവേ എവരിത്തിങ് എക്സെപ്റ്റ് മൈ ഇൻറ്റീരിയർ ലൈഫ്. എനിക്ക് തോന്നുന്നു ഇതാണ് മാതാവിൻ്റെ ജീവിതത്തെ കുറിക്കുന്ന ആ പ്രധാന ഘടകം. എന്തുകൊണ്ടാണ് മാതാവ് ഈ ആന്തരിക ജീവിതം മുറുകെ പിടിക്കുന്നത്? എങ്ങനെയാണ് ആ ജീവിതം തനിമയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവൾക്ക് സാധിച്ചത്? എനിക്ക് തോന്നുന്നു മാതാവിന് കൊടുത്ത മറ്റു വിശേഷണങ്ങൾ
അമലോത്ഭവം, ദൈവമാതാവ്, സ്വർഗരാജ്ഞി എന്നുള്ള ഈ വിശേഷണങ്ങളെല്ലാം തന്നെ സമ്മാനങ്ങളാണ്. ഈ സമ്മാനത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ സമ്മാനങ്ങളെ പറ്റിയുള്ള അവബോധം മാതാവിനെ കൂടുതൽ ദൈവത്തിനടുത്ത് ജീവിക്കുവാൻ പ്രേരിപ്പിച്ചു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം സ്വയം സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ മാതാവിൻ്റെ ജീവിതത്തിൽ ഈ സമ്മാനങ്ങളുടെ ഗിഫ്റ്റ്, ഈ കാര്യങ്ങൾ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഈ സമ്മാനത്തെപ്പറ്റി, ഗിഫ്റ്റിനെ പറ്റി പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും 3 ഘടകങ്ങളുണ്ട്: ഗിഫ്റ്റ്, ഗിവൺനെസ് ആൻഡ് ഗിവർ. ഈ 3 ഘടകങ്ങളെ പറ്റിയും ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ മാതാവ് എങ്ങനെ ഈ അവസ്ഥയിൽ തൻ്റെ ആന്തരിക ജീവിതത്തിലൂടെ എത്തി എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വസ്തുവോ അതിൽ ഒരുവൻ വളരെ കൂടുതലായിട്ടുള്ള ഒരു ഗിഫ്റ്റ് നൽകുവാനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ സ്വയം ഗിഫ്റ്റായിട്ട് നൽകാം. അതാണ് കർത്താവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വസ്തുവോ അല്ലെങ്കിൽ വ്യക്തി സ്വയം സമ്മാനമായിട്ട് നൽകുകയോ ചെയ്താൽ പോലും ഈ സമ്മാനം അവിടെ നിൽക്കുന്നതാണ്. അത് ഒരു വസ്തുവാണ്, ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ സമ്മാനം സ്വീകരിക്കുന്ന ആ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വസ്തുവായിക്കൊള്ളട്ടെ, വ്യക്തിയായിക്കൊള്ളട്ടെ, അത് തനിക്ക് പുറത്ത് നിൽക്കുന്ന ട്രാൻസെൻഡൻറ്റ്, തനിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഒരു സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്ന ആ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സമ്മാനം സ്വീകരിക്കുന്ന വ്യക്തിയിൽ ഈ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്ന വ്യത്യാസം നിലനിൽക്കുന്നുവോ, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് ട്രാൻസെൻഡൻ്റായി തനിക്ക് പുറത്തായി നിലകൊള്ളുമ്പോൾ അവിടെ കാണുന്നത് വെറും ഒരു ഇക്കണോമിക് ഫാക്ടറോ കൾച്ചറൽ ഫാക്ടറോ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഫാക്ടറോ സോഷ്യോളജിക്കൽ ഫാക്ടറോ എന്തെങ്കിലുമായിട്ട് ചുരുക്കി പോകും. അപ്പോൾ ഗിഫ്റ്റ് അതിൽ തന്നെ ഒരു കോൺട്രഡിക്ഷനായിട്ട് മാറാനും സാധ്യതയുണ്ട്. കാരണം അത് പുറത്ത് നിൽക്കുന്നതാണ്, അനന്യവൽക്കരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആണ് ഗിവൺനെസ് എന്ന ആ സംഗതി കടന്നു വരേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഗിവൺനെസ് പ്രത്യക്ഷപ്പെടുന്നു? ഇറ്റ് അപ്പിയേഴ്സ് ബിഫോർ മീ. അപ്പോൾ ഈ എങ്ങനെയാണ് ഈ വസ്തു എന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്, എനിക്ക് പെർസെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഈ ഒരു അവസ്ഥ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഗിവൺനെസ്. അപ്പോൾ ഒരു സാധനം നമുക്കറിയാം, ഇപ്പോൾ നാം ഇവിടെ ലൈറ്റിട്ട് എല്ലാം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കസേരകളും അൾത്താരകളും എല്ലാം നമുക്ക് കാണാം. ഇവിടെ ഈ വസ്തുക്കൾ സ്വയം നമുക്ക് നൽകുന്നു, ഗിവൺനെസ് ഉണ്ട്. എന്നാൽ ഇരുട്ടിലേക്ക് അങ്ങ് നോക്കുമ്പോൾ അവിടെ ഒത്തിരി വസ്തുക്കളുണ്ട്, അവിടെ ഒന്നും ഗിവൺനെസ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സമ്മാനം നമ്മുടെ ആ ഗിവൺനെസ്സിലേക്ക് വരുന്നത്? അപ്പോൾ ഇവിടെയാണ് വ്യക്തിഗതമായിട്ടുള്ള ക്വാളിറ്റി നിശ്ചയിക്കപ്പെടുന്നത്. സമ്മാനം എന്തുമായിക്കൊള്ളട്ടെ, എത്ര വിലയേറിയതായിക്കൊള്ളട്ടെ, എൻ്റെ ക്വാളിറ്റി ആ ഗിവൺനെസ്സിലേക്ക് വരുമ്പോൾ എൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഞാൻ ആ വസ്തുതയെ അല്ലെങ്കിൽ ആ സമ്മാനത്തെ ഉൾക്കൊള്ളുന്നത്. ഇവിടെ നമുക്ക് പണ്ട് ജോർജി എന്ന ആ തത്വശാസ്ത്രജ്ഞൻ പറഞ്ഞ വസ്തുത പലപ്പോഴും നാം വളരെ വിമർശനപരമായിട്ട് കാണുന്ന വസ്തുത, മാൻ ഈസ് ദ മെഷർ ഓഫ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ നാം അതിനെ സത്യത്തെ ആപേക്ഷികവൽക്കരിച്ചുവെന്നെല്ലാം പറയാറുണ്ട്. പക്ഷെ ഇവിടെ അത് യാഥാർത്ഥ്യമാണ്. ഞാൻ എങ്ങനെ അത് മനസ്സിലാക്കുന്നു, അത്രമാത്രം സത്യമാണ് എനിക്ക് ലഭിച്ച സമ്മാനം. അപ്പോൾ എൻ്റെ മനസ്സിലാക്കലും എൻ്റെ ആ മനസ്സിലാക്കിയതിനെ സ്വാംശീകരിക്കലുമാണ് സമ്മാനത്തിൻ്റെ ഔന്നിത്യം എനിക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ മാതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ദൈവം സ്വയം ദാനമായി മറിയത്തിന് നൽകിയപ്പോൾ ആ ദൈവത്തെ സമാനമായി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവത്തെ തൻ്റെ ധ്യാനാത്മകതയിലൂടെ തിരിച്ചറിഞ്ഞ് അത് വലിയ ഒരു സമ്മാനമായിട്ട് തൻ്റെ ജീവിതം തന്നെയായിട്ട് മാറി. അപ്പോൾ ഈ ഒരു ധ്യാനാത്മകത മാത്രം മതി മാതാവിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരീകരണം സംഭവിക്കുവാനായിട്ട്. കാരണം സമ്മാനം എന്തെന്ന് മറിയത്തിന് അറിയാമായിരുന്നു. ശബരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞത് ഓർത്ത് നോക്കുക, നിന്റെ മുന്നിൽ നിൽക്കുന്നവൻ ആരാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഇതാണ് ഗിവൺനെസ്. അതെന്താണെന്ന് മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കൽ വ്യക്തിയുടെ ക്വാളിറ്റിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയാണ് ഈ
ഗിവൺ എന്നുള്ള സംഗതി വരുന്നത്. അപ്പോൾ മാതാവ് ദൈവത്തിൻ്റെ സമ്മാനം സ്വീകരിച്ചു, അതിൻ്റെ ഗിവൺനെസ്സിലൂടെ അതെന്താണെന്ന് മനസ്സിലാക്കിയത് തൻ്റെ ജീവിതത്തിൽ ദൈവമാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് വ്യത്യാസമില്ല. അപ്പോൾ ഗിവൺ എന്നുള്ളത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മുടെ ആന്തരിക ജീവിതത്തിൻ്റെ വലിയ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കും. ഈ ആന്തരിക ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് തന്നെ ഒരു സ്പേസായിട്ടാണ് ആധ്യാത്മിക പണ്ഡിതന്മാരും നമ്മുടെ അനുഭവവും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവിടെ ആത്മാവിൻ്റെ ബാഹ്യതലത്തിൽ നിന്നും അതിൻ്റെ ആന്തരികമായിട്ടുള്ള ഉൾക്കാമ്പിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. നാം സാധാരണ പറയുന്നത് ഈ ഉൾക്കാമ്പിലാണ് ദൈവം വസിക്കുന്നത്. അപ്പോൾ ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ ആത്മാവിലൂടെയുള്ള യാത്ര നമ്മെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. അപ്പോൾ ഈ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ രഞ്ജുനച്ചൻ പഠിച്ച എലിസബത്ത് ഓഫ് ട്രിനിറ്റി ഇതിനെ പറയുന്നത് ഒരു അബീസ് എന്നാണ്, ഗർത്തം, അഗാധമായിട്ടുള്ള ഗർത്തം. അപ്പോൾ ഈ ഗർത്തത്തെ പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്യുന്നതിന് ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് വിശുദ്ധ എലിസബത്ത് ഓഫ് ട്രിനിറ്റി പറയുന്നുണ്ട്. കാരണം കർമ്മലീത്ത വിശുദ്ധയാണ്. എന്നാൽ ഈശോ അതിനെ വേറൊരു കണ്ടുകൊണ്ടാണ് കണ്ടത്. ലുക്ക് അറ്റ് ദ അബീസ് ആൻഡ് അബീസ് വിൽ ലുക്ക് അറ്റ് യു. അവിടെ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് നാം കാണുന്നത്. അപ്പോൾ നമ്മുടെ ആന്തരികമായ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ ആത്മാവിനെ നമുക്ക് നൽകിയ സമ്മാനം മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുക എന്നതാണ്. അതുകൂടെ ഈ ഇൻറ്റീരിയർ ലൈഫിൽ നാം കാണുന്നത് ഒരു അകത്തേക്കുള്ള ചൂട് നിറഞ്ഞലാണ്. മരം തൻ്റെ വേരുകൾ പാതാളത്തിലേക്ക് താഴ്ത്തുന്നത് പോലെ നമ്മുടെ ജീവിതം നമ്മുടെ ആന്തരികതയിലേക്ക് ആഴ്ന്നിറങ്ങും. അപ്പോൾ ഈ ആഴ്ന്നിറങ്ങൾ എത്രമാത്രം ഈ അബീസിൻ്റെ ഗർത്തത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നുവോ അതിന് ആനുപാതികമായിട്ട് മരത്തിൽ നാം കാണുന്നത് പോലെ അതിൻ്റെ ശിഖരങ്ങളും ശാഖകളും എല്ലാം ആകാശത്തോളം വളരും. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ ഈ രണ്ട് തലങ്ങളിലേക്കുള്ള ഇന്റീരിയോറിറ്റിയിലേക്കും അതുപോലെ അത്യുന്നതങ്ങളിലേക്കുമുള്ള വളർച്ചയാണ് നാം കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാതാവ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ, ദൈവത്തിൻ്റെ സമ്മാനമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ മാതാവിൽ ഈ ആധ്യാത്മിക വളർച്ചയും രൂപാന്തരീകരണവും ഉണ്ടായി. അപ്പോൾ മാതാവിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും, ടേക്ക് അവേ എവരിതിങ് എക്സെപ്റ്റ് മൈ ഇന്റീരിയർ ലൈഫ്. കാരണം അവിടെ മാതാവ് ദൈവവുമായിട്ട് യോജിപ്പിലാണ്. അവിടെയാണ് നാം ട്രാൻസ്ഫോർമേഷൻ കാണുന്നത്. അവിടെയാണ് നാം സ്പിരിച്വൽ മാരേജിനെ പറ്റി പറയുന്നത്. അവിടെയാണ് നാം യൂണിയൻ ഓഫ് ഫീലിനെ പറ്റി പറയുന്നത്. ഇതെല്ലാം പ്രാർത്ഥന ജീവിതത്തിലൂടെ തന്നെ മാതാവിന് സാധിക്കാമായിരുന്നു. അപ്പോൾ ഈ ഒരു വസ്തുതയാണ് കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർമ്മലീത്ത ചൈതന്യം, അതിൻ്റെ തനിമ ജീവിക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ ചിന്ത നമ്മൾ ഉളവാക്കിയതിന് പരിശുദ്ധ കർമ്മല മാതാവിനെ നമുക്ക് നന്ദി പറയാം. നീ അത്യന്തം
സ്തുതിക്കുന്നു എന്നാത്മാവെന്നുമേ മോദമോടെ എന്നെ അരുളിയൻ രക്ഷകനീശൻ ആനന്ദപൂർണ്ണമായി തീർന്നിടുന്നു കാരുണ്യപൂർവ്വമീദാസീനം താഴ്വരെ ആരാധ്യനാം ദൈവം തൃക്കൻ പാർക്കും ഇന്നു മുതലെന്നെ മാനവരെന്നോമേ ഭാഗ്യപൂർണ്ണ എന്നു പാടി വാഴ്ത്തും വൻകാര്യം ചെയ്തെന്നൽ ശക്തിമാനായവൻ അങ്ങേ തിരുനാമം പാവനമേ അങ്ങേ ഭയന്നീടപാടുവോരാരീരം തൻ കൃപയെന്നുമേ തങ്ങി നിൽക്കും ശക്തമാം തന്നോടെ പാടി ബലത്തിന ഒക്കെയും അങ്ങൊന്നു കീഴ്പ്പെടുത്തി ഉള്ളിലഹന്തയാ പമ്പരമധ്യേ അങ്ങു ചിതറിച്ചു ശൂന്യരാക്കി ശക്തിമാന്മാരുടെ സിംഹാസനങ്ങളിൽ തട്ടിയവരെ താൻ താഴെ വീഴ്ത്തി താഴ്മയുടെ മണ്ണിൽ മേവും മെയ്തരെ ഉന്നതന്മാരാക്കി തീർത്തി ദൈവം പരിതാപീഡയാൽ ഭാരം പരന്നോരെ നല്ല ഭോജ്യങ്ങളാൽ ധീരരാക്കി സമ്പത്തിലാശ്രയം തേടിയോരെയെല്ലാം ശൂന്യമന്ത്രയുമായി ദൂരെയാക്കി പൂർവപിതാക്കളാം ഗ്രഹത്തോടും തൻ ആത്മജനോടുമായി ചൊന്ന പോലെ കാരുണ്യമൂർത്തിയാമങ്ങുന്നു തന്നോടെ ദാസരിശ്രേണിയെ സംരക്ഷിച്ചു താതനും പുത്രനും പാവനാത്മാവിനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കുമേ ആമേൻ ആമേൻ. കർത്താവാം ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു എന്നാത്മാവെന്നുമേ മോദമോടെ. ദൈവപുത്രന്റെ വത്സലമാതാവേ, കരുണാസഭയുടെ അഭിമാനപാത്രമേ, നിനക്ക് പ്രതിഷ്ഠിതമായ ഈ സമൂഹത്തെ നിന്റെ സുഹൃത്തുക്കളാൽ അലങ്കരിക്കുക. സകലാപത്തുകളിൽ നിന്ന് പരിഹാരമാകെ ഞങ്ങളെ സദാ സംരക്ഷിക്കുക. പരിശുദ്ധ നിർമ്മലമാതാവിന്റെ തിരുനാൾ സാനന്ദം കൊണ്ടാടുവാൻ നമ്മെ അനുഗ്രഹിച്ച് യോഗ്യരാക്കി ദൈവപിതാവിന് അർത്ഥമായ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് വിനയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവിനെ രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയാകുക വഴി ഞങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മയായി നൽകിയ പിതാവേ, അമ്മയുടെ യഥാർത്ഥ മാതൃകയെ ജീവിത ദർശനവുമായി കണ്ട് രക്ഷയുടെ കൂടാശയായി ലോകത്തിൽ പരിലസിക്കുവാൻ തിരുസഭയ്ക്ക് അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ മധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭയുടെ സംരക്ഷകയായി പരിശുദ്ധിയമ്മയെ ഞങ്ങൾക്ക് നൽകിയ പിതാവേ, അമ്മയോടുള്ള ഭക്തി സ്നേഹ വിശ്വാസങ്ങളിൽ വളരാൻ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല നന്മകളുടെയും വിളനിലമായ പരിശുദ്ധ മറിയത്തെ അനുഗ്രഹിച്ച പിതാവേ, ഈ സഭാകാലത്തിന്റെ ബലവനായ പരിശുദ്ധ പിതാവിനെ
അപേക്ഷിച്ച് നിറവേറ്റുവാൻ തക്ക വിധം പരിശുദ്ധിയമ്മയെ തിരഞ്ഞെടുത്ത പിതാവേ, പ്രാർത്ഥനയും ധ്യാനവും വ്രതബദ്ധ ജീവിതവും വഴി ഞങ്ങൾ ഓരോരുത്തരും എളിമയുടെ പുണ്യത്തിൽ ഉത്തരോത്തരം വളരുവാൻ വേണ്ട അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധമേ, സേവനസന്നദ്ധയായ പിതാവേ, നിങ്ങളുടെ സഹോദരങ്ങളിൽ അങ്ങേ പുത്രനെ ദർശിക്കുവാൻ രോഗം, ദാരിദ്ര്യം, അപകടം, നൈരാശ്യം, ദുഷിയങ്ങൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളുടെ സഹായം ആവശ്യമുള്ളവർക്ക് അതിന്റെ ലോകം നൽകാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുവുറുമായികയായി മറിയത്തെ തിരഞ്ഞെടുത്ത പിതാവേ, എല്ലാ അമ്മമാരെയും വൃത്തിയെയും അനാഥരെയും അമ്മയുടെ കാരുണ്യകരങ്ങളാൽ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗത്തിൽ നിത്യമായി മുഴുവനിപ്പിച്ച് പരിശുദ്ധ മറിയത്തെ ആദരിക്കുന്ന പിതാവേ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ഉപകർത്താക്കൾ എന്നിവരുടെ ആത്മാക്കളെ അമ്മയുടെ വഴിയിലേക്ക് അനയിക്കുവാനും അങ്ങേ സന്നിധിയിൽ അവിടുത്തെ മഹത്കീർത്തനം ആലപിക്കുവാൻ ഇട നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, കർമ്മലയുടെ മാതാവും നാഥയുമായ മഹാമഹിമേറിയ കന്യകാമറിയത്തിന്റെ ആദരവേറിയ മധ്യസ്ഥം ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരുടെ സംരക്ഷണത്താൽ ബലം പ്രാപിച്ച് ക്രിസ്തുവാകുന്ന മലമുകളിൽ ചെന്നെത്തുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. La
മക്കൾക്കായി തന്ന പുണ്യവത്സം